അമേരിക്കയുടെ വലിയൊരു നീക്കം ഇപ്പോൾ തായ്വാൻ കടലിടുക്കിൽ ഉണ്ടായിരിക്കുന്നു. തർക്കപ്രദേശമായിട്ടുള്ള തായ്വാൻ കടലിടുക്കിൽ US പടക്കപ്പലുകൾ എത്തിയിരിക്കുന്നു. ഇത് ചൈനയെ വളരെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 2025 തായ്വാൻ തീരത്ത് ഒരു US ഡിസ്ട്രോയറിന്റെ ആദ്യ വിന്യാസമാണ് നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്ത ഒരു വാർത്തയുണ്ട്. അമേരിക്ക ഇപ്പോൾ ചൈനയെ നേരിടാനായി തായ്വാൻ കടലിടുക്കിൽ ഒരുങ്ങുന്നു. തായ്വാനെ ചൈന ആക്രമിച്ചാൽ അമേരിക്കയുടെ ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ചൈനയെ നേരിടും, പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ നേരിടുമെന്ന വാർത്ത ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തിരുന്നു. എന്നാൽ ഈ വാർത്ത കൊടുത്തതിന് ശേഷം ഞങ്ങൾ കൊടുത്ത അടുത്തൊരു വാർത്തയുണ്ട്. അതായത് ഹെൽസ്കേപ്പ് സ്ട്രാറ്റജിയെ നേരിടാനായി കിൽ വെബ് എന്ന് പറയുന്ന വലിയൊരു നീക്കം ചൈന നടത്തുന്നു എന്നുള്ളത്, ആ നീക്കത്തിൽ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും കിടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വാർത്ത ഈ വാർത്തയിൽ ഒരു ഫോളോ അപ്പ് ആണ്. അതായത് ഇപ്പോൾ 2025 ആദ്യമായി US ഡിസ്ട്രോയറിന്റെ ആദ്യ വിന്യാസം തായ്വാൻ കടലിടുക്കിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചൈന തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യമാണ് തായ്വാൻ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ മുമ്പിൽ അമേരിക്കയുടെ പടക്കപ്പൽ എത്തിയിരിക്കുന്നു ചൈനയെ തകർക്കാനായി എന്നുള്ളത് വളരെ വലിയൊരു വാർത്ത തന്നെയാണ്. ഇതിനെ പീപ്പിൾ ലിബറേഷൻ ആർമി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. US കപ്പലുകളെ ചെറുക്കാൻ പീപ്പിൾ ലിബറേഷൻ ആർമി ഇതോടുകൂടി അജ്ഞാത നാവിക വ്യോമസേനകളെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് രണ്ടുപേരും പരസ്പരം മുഖാമുഖം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ 62 ചൈനീസ് സൈനിക വിമാനങ്ങളും 17 യുദ്ധക്കപ്പലുകളും ഈ പ്രദേശത്തൂടെ തലങ്ങും വിലങ്ങും കടന്നുപോയി എന്നാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. US-ന്റെ സാന്നിധ്യം മേഖലയിലെ സുരക്ഷാ അപകട സാധ്യതകളെല്ലാം തന്നെ വർദ്ധിപ്പിക്കും. ഇത് നിങ്ങൾക്ക് നല്ലതിനല്ല എന്ന് തായ്വാനോട് ഇപ്പോൾ ചൈന പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പതിവ് ഗതാഗതമാണ് ഇതെന്നും, അതായത് വടക്ക് നിന്ന് തെക്ക് വരെയുള്ള തായ്വാൻ കടലിടുക്കിന്റെ വടക്ക് നിന്ന് തെക്ക് വരെയുള്ള പതിവ് ഗതാഗതമാണ് ഇതെന്നും ഇത് ഇത്ര ഭയപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല എന്നാണ് അമേരിക്ക ചൈനയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. US ഇൻഡോ പസഫിക് കമാൻഡിന്റെ വക്താവായിട്ടുള്ള മാത്യു കോമറാണ് ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ ഇടനാഴിക്കുള്ളിൽ എല്ലാ രാജ്യങ്ങൾക്കും നാവിഗേഷനും ഓവർ ഫ്ലൈറ്റിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നിയമം അറിയില്ലേ, നിയമം പരിശോധിച്ച് നോക്കൂ എന്നാണ് US ഇപ്പോൾ ചൈനയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, എല്ലാവർക്കും ഇതുവഴി കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ലോക പോലീസായ അമേരിക്ക ഇപ്പോൾ ചൈനയെ വാൺ ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ചൈനയുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വസ്റ്റിക്, ബയോളജിക്കൽ, ഫിസിക്കൽ, ജിയോ ഫിസിക്കൽ ആയിട്ടുള്ള ഗവേഷണം അമേരിക്ക ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് ചൈനയുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. ഇതുൾപ്പെടെയുള്ള ആഗോള സമുദ്രശാസ്ത്ര ദൗത്യമാണ് അമേരിക്കയ്ക്കുള്ളത്. ഒരു ഡിസ്ട്രോയറിനെ, ഒരു സർവേ കപ്പൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഇങ്ങനെ ഈ ഏരിയയിൽ നടക്കാറില്ല എന്നാണ് പ്രധാനമായും ചൈന വാദിക്കുന്നത്. ഗതാഗതം കൂടുതൽ സമയമെടുക്കുന്നു USNS ബൗഡിച്ചിന്റെ പങ്ക് കാരണം എന്നും ബീജിംഗ് പറയുന്നുണ്ട്. ഇത് രഹസ്യാന്വേഷണ കപ്പലിന്റെ പങ്കാളിത്തം വെളിപ്പെടുത്തുന്നു എന്നാണ് ബീജിംഗ് പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒരു കനേഡിയൻ യുദ്ധക്കപ്പലുമായി സംയുക്ത ദൗത്യത്തിനിടെയാണ് തായ്വാൻ കടലിടുക്കിലൂടെ ഒരു US നാവികസേനയുടെ കപ്പൽ അവസാനമായി കടന്നുപോയത്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് വന്ന് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ഡിസ്ട്രോയർ ഇതാ തായ്വാൻ കടലിടുക്കിൽ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നു. ഒക്ടോബർ 20 ആർലി ബർഗ് ക്ലാസ് ഡിസ്ട്രോയർ USS ഹിഗ്ഗീസും ഹാലിഫാക്സ് ക്ലാസ് ഫ്രിഗേറ്റ് HMCS വാൻകൂവറും തായ്വാൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ചതാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം, കിഴക്കൻ ചൈന കടലിലും ദക്ഷിണ ചൈന കടലിടുക്ക് വഴിയാണ് ഇത് സഞ്ചരിക്കുന്നത്. വർഷങ്ങളായി ഇങ്ങനെ പോകുന്നതാണെന്നും കമാൻഡർ മാത്യു കോമർ ജപ്പാൻ ടൈംസിനോട് ആ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകും കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.